ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, നിങ്ങളും അഷ്റഫുൽ ഖൽഖ് തങ്ങളും കൂടെ ജീവിച്ച ജീവിതകാലം, അതിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ അത്ഭുതമുണ്ടാക്കിയ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മറക്കാൻ കഴിയാത്ത ഒരനുഭവമുണ്ടോ? അതെന്താണെന്ന് പറഞ്ഞു തരണം. അവർ പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഉണ്ട്, ഞാൻ പറയാം. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ റൂമിലേക്ക് വന്നു. തങ്ങൾ നിസ്കരിക്കാൻ നിൽക്കാൻ. നബി തങ്ങൾ നിസ്കരിക്കുന്ന ഒരുപാട് അനുഭവം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിവരിച്ചിട്ടുണ്ട്. ആയിഷ ബീവി പറഞ്ഞിട്ടുണ്ട് റളിയല്ലാഹു അൻഹ, ഞാനൊരു ചെറുപ്പക്കാരി പെണ്ണല്ലേ, അപ്പൊ എൻ്റെ മനസ്സിൽ വരുന്ന ചിന്തകൾ ഒന്ന് വേറെ, നബി തങ്ങൾ ചിന്തിക്കുന്നതൊന്ന് വേറെ. പല ദിവസവും ഞാൻ നബിയെ കാണാതിരിക്കുമ്പോൾ ഒന്നിങ്ങനെ ബെഡിലൊക്കെ തപ്പി നോക്കും നബി അവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ. കാരണം സഹഭാര്യമാർ ഉണ്ടാകുന്ന സമയത്തുണ്ടാകുന്ന സ്വാഭാവികമായ ഒരു പ്രശ്നം. ഒരു ദിവസം തപ്പി നോക്കുമ്പോൾ തപ്പി നബിയുടെ ശരീരം തങ്ങൾ നിസ്കരിക്കുന്നത് അറിയുകയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. നബി സുജൂദിലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാതിരാ നേരത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ആയിഷ ബീവി, അമാ ജാഅക്കി ശൈത്വാനുക്കി, നിങ്ങളുടെ ശൈത്താൻ നിങ്ങളുടെ അടുത്ത് വന്നോ എന്ന് പറഞ്ഞ, ഞാൻ എങ്ങോട്ടോ പോയി എന്നല്ലേ നിങ്ങൾ വിചാരിച്ചതെന്ന് ചോദിച്ചു. അപ്പം ആയിഷ ബീവി തിരിച്ച്, ഇതല്ല ഞാൻ പറയുന്ന ആയിഷ ബീവിയുടെ മറുപടി, നമ്മൾ എന്താണ് ജീവിതത്തിലെ വലിയ അനുഭവം എന്ന് അതല്ല ഈ സംഭവം, പക്ഷെ അതിനോട് അനുബന്ധമായിട്ട് പറയാന്ന് മാത്രം. അപ്പം നബി തങ്ങൾ ചോദിച്ചു, അമാ ജാഅക്കി ശൈത്വാനുക്കി, നിങ്ങളുടെ ശൈത്താൻ നിങ്ങളുടെ അടുത്ത് വന്നു ആയിഷ ബീവി? ആയിഷ ബീവി തിരിച്ചു ചോദിച്ചു, അമാലക്ക ശൈത്വാൻ, നിങ്ങൾക്ക് ശൈത്താനൊന്നും ഇല്ല നബിയെ, എനിക്ക് മാത്രമേ ഉള്ളൂ? തങ്ങൾ പറഞ്ഞു, ബല, എനിക്കുണ്ട്. വലാകിന്നഹു അസ്ലം, പക്ഷെ എൻ്റെ ശൈത്താൻ ഇപ്പൊ മുസ്ലിമാണ്. ഫലാ യഅ്മുറുനി ഇല്ലാ ബിഖൈർ, എന്നോട് നന്മയല്ലാതെ കൽപ്പിക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു കുടുംബത്തിന്റെ ഇന്റിമസിയാണത്. നബി തങ്ങൾ, നിങ്ങളെ ശൈത്താൻ വന്നു? ആയിഷ ബീവി ചോദിച്ചു, നിങ്ങൾക്ക് ശൈത്താൻ അല്ലേ നബിയെ? ശരിക്കും അങ്ങനെ ചോദിക്കാൻ പറ്റുമെന്ന ആ വിഷയം നബിയോട് അങ്ങനെ ഫ്രാങ്ക് ആയിട്ട് ചോദിക്കുകയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. പക്ഷെ തങ്ങളത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് തങ്ങൾ അതിന് മറുപടിയും കൊടുക്കുകയാണ്. എന്നല്ലാതെ ആയിഷ ബീവിയെ ക്വസ്റ്റ്യൻ ചെയ്യല്ല, നിങ്ങൾ എന്നോട് അങ്ങനെ ചോദിക്കാൻ പാടുണ്ട്, അല്ലല്ല, എനിക്കും ശൈത്താനുണ്ട്. ഓരോരുത്തർക്കും ഖരീൻ എന്ന് പറഞ്ഞ പിശാചിന്റെ കൂട്ടുകാരനുണ്ടെന്നാണ്. ഒരു ഖരീൻ ഓരോരുത്തരുടെയും കൂടെയുള്ള ജിന്നാണ്. തിന്മയിലേക്ക് നയിക്കാൻ ഒരു കാഫിറായ ജിന്ന് കാണും, നന്മയിലേക്ക് നയിക്കാൻ ഒരു മുസ്ലിമായ ജിന്നും കാണും എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഖരീൻ ഫഹുവ ലഹു ഖരീൻ, ഖരീനുണ്ട്. നബി തങ്ങളുടെ ഖരീൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് അടുത്ത കാലത്ത് ഒരു മുസ്ലിം ജിന്നുമായിട്ടുള്ള അഭിമുഖം മുഹമ്മദ് ദാവൂദ് ഈസ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മെഹബൂബുൽ ഹാജി എന്നാണ് ആ ജിന്നിന്റെ പേര്. റസൂലുള്ളാഹി തങ്ങളുടെ ഖരീൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് അത് കണ്ടിട്ട് മുസ്തഫ കഞ്ചൂർ എന്ന് പറയുന്ന ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഒരു മുസ്ലിം ജിന്ന്, അദ്ദേഹം ഈ ഈജിപ്ഷ്യൻ പണ്ഡിതനോട് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ പുസ്തകം ഹിവാറുൻ സഹ്ഫിയുൻ മഅ ജിന്നിയ്യിൻ മുസ്ലിം, അൻ ഇന്റർവ്യൂ വിത്ത് മുസ്ലിം ജിൻ, യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. 2 മണിക്കൂറുള്ള ഒരു കോൺവെർസേഷനാണ്, അൻ ഇന്റർവ്യൂ വിത്ത് എ മുസ്ലിം ജിൻ. അപ്പോൾ ഖരീനുകൾ ഉണ്ടെന്ന്. ഏതായിരുന്നാലും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മറ്റൊരിക്കൽ നടന്നു, നബി തങ്ങളെ കാണുന്നില്ല. നബി തങ്ങളുടെ മറ്റു ഭാര്യമാരുടെ വീടിന്റെ മുമ്പിലൊക്കെ ഒന്ന് ചെന്ന് നോക്കി, അവിടെ ഒന്നും നബിയെ കാണുന്നില്ല. പിന്നെ നോക്കുമ്പോൾ നബി തങ്ങൾ ജന്നത്തുൽ ബഖീഇലാണ്. ജന്നത്തുൽ ബഖീഇലെ ഖബറാളികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ നബിയാണെന്ന് അറിഞ്ഞ ആയിഷ ബീവി ഒരൊറ്റ ഓട്ടം വീട്ടിലേക്ക്. അങ്ങനെ നബി തങ്ങൾ തിരിച്ചു വന്ന് വീട്ടിൽ കിടക്കുമ്പോൾ ആയിഷ ബീവി ഒന്നും അറിയാത്ത മട്ടിൽ കിടക്കുന്ന, പക്ഷേ ശ്വാസം ഇങ്ങനെ പോകുന്നുണ്ട്. ആയിഷ ബീവി കിടന്ന കിടപ്പിൽ ഇങ്ങനെ ശ്വാസം വിടാൻ എന്ത് പറ്റിയെന്ന് പറഞ്ഞു, നബിയെ ഞാനവിടെ വന്ന് ഓടിപ്പോന്നതാ. അപ്പൊ ഈ ആയിരുന്നല്ലേ, ഞാനൊരു രൂപം പോകുന്നത് ഞാനും കണ്ടു, നീ ആയിരുന്നില്ലേ അത്? അല്ലാഹുവും റസൂലും നിങ്ങളെ വഞ്ചിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചു ആയിഷ ബീവി എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭയങ്കര രസകരമായ ജീവിതമായിരുന്നു അത്. ആയിഷ ബീവി പറയാണ്, അന്നൊരിക്കെ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നു. ഖാമ യുസല്ലി, അവർ ഓതുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ.
إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ദീർഘമായ നേരം ഈ ആയത്തുകൾ ഓതി ഹബീബ് കരയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. കരച്ചിലാണ്. ഒരുപാട് നേരം തേങ്ങി കരയുന്നത് ഞാൻ കേട്ടു. അതാ റളിയല്ലാഹു അൻഹുവിനോട് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരനുഭവം ആയിഷ റളിയല്ലാഹു അൻഹ വിവരിച്ചു കൊടുക്കുന്നു. നബിയോടൊപ്പം ജീവിച്ച ജീവിതകാലത്ത് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരനുഭവം. അതാണ് ചോദ്യം. ഇതിന് മറുപടി പറയാൻ ഈ ആയത്തുകൾ ഇങ്ങനെ തങ്ങൾ ഓതുന്നുണ്ട്. സുജൂദിലേക്ക് പോയി എത്ര നേരമാണോ ഖിയാമിൽ നിന്നത് അത്ര തന്നെ ദൈർഘ്യമുള്ള റുകൂഅ്, വീണ്ടും ഇഅ്തിദാല്, സുജൂദിലേക്ക് പോകുന്നു. ആ സുജൂദിലും ഒരുപാട് നേരം നിന്ന് നബി കരയുന്നത്, ഹബീബിന്റെ കരച്ചിലിന്റെ തേങ്ങൽ ഞാൻ കേൾക്കുന്നുണ്ട്. രണ്ടാമത്തെ സുജൂദിലേക്കും പോകുമ്പോഴും അത്ര നേരം എഴുന്നേറ്റ് നിന്നിട്ടും നബി തങ്ങൾ ഈ ആയത്ത് ഇങ്ങനെ ഓതുന്നുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, തീർച്ചയായും ആകാശഭൂമികളെ അല്ലാഹു സൃഷ്ടിച്ചതിലും വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാവും പകലും മാറി മാറി വരുന്നതിലുമുണ്ട് ലആയാത്തിൻ, ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. എങ്ങനെയാണ് ഈ രാത്രിയാവുന്നത്? എങ്ങനെയാണ് ഈ പകലുണ്ടാകുന്നത്? എങ്ങനെയാണ് അല്ലാഹു ആകാശലോകങ്ങളെ പടച്ചത്? എങ്ങനെയാണ് ഭൂമിയെക്കാളും 200-300 ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങളെ ഒരു ചെറിയ മൺതരി പോലെ ചെറുതാക്കി കാണാൻ മാത്രം ദൂരങ്ങളിൽ അല്ലാഹു കൊണ്ടുപോയി ഫിറ്റ് ചെയ്തത്? എങ്ങനെയാണ് സൂര്യനെക്കാളും താപമുള്ള നക്ഷത്രഗോളങ്ങളെ നമ്മുടെ കണ്ണിൽ നിന്നും മറച്ചു പിടിച്ചത്? എങ്ങനെയാണ് സൂര്യന്റെ താപം നഷ്ടപ്പെടാതെ ഓരോ ദിവസവും മനോഹരമായൊരു സൂര്യോദയവും മനോഹരമായൊരു സൂര്യാസ്തമയവും സംവിധാനിച്ചത്? ഇതൊക്കെ ചിന്തിക്കുന്നവർക്ക് പാഠമുണ്ട്. ആരാണ് ബുദ്ധിമാനികൾ? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കടന്നുകൊണ്ടും അല്ലാഹുവിനെ ഓർക്കുന്നവരാണ് ബുദ്ധിമാനികൾ. ആരാ ബുദ്ധിമാനികൾ? നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കടന്നുകൊണ്ടും അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്നവരാണ്. വയതഫക്കറൂൻ, ദിക്ർ അങ്ങനെ ചൊല്ലി മനസ്സിൽ ബോധമില്ലാതെ ചൊല്ലുന്നതല്ല, അവർ ഓർത്തുകൊണ്ടിരിക്കുന്നു, ചിന്തിക്കുന്നവരാണ്. ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികൾ, ഈ പ്രപഞ്ചം മുഴുവൻ പടച്ചതിന്റെ മഹാത്ഭുതം ചിന്തിച്ച് കിടന്നും ഇരുന്നും അല്ലാഹുവിനെ സ്മരിക്കുന്നവർ. അവർ പറയുന്നുണ്ട്, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, മാ ഖലഖ്ത ഹാദാ ബാതിലാ, ഈ പ്രപഞ്ച ലോകത്തെ നീ വെറുതെ ഇങ്ങനെ പടച്ചുവിട്ടതല്ലല്ലോ, ഇതിന് ലക്ഷ്യമുണ്ടല്ലോ. ഫഖിനാ അദാബന്നാർ, ഞങ്ങളെ നരകശിക്ഷയിൽ നിന്നും കാക്കേണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് ബുദ്ധിമാനികൾ. റബ്ബനാ, അവരിങ്ങനെ ദുആ ചെയ്യും, ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈത,
വമാ ലിൽസാലിമീന മിൻ അൻസാർ. അല്ലാഹുവേ, കത്തിയാളുന്ന ഒരുപാട് തീഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ, തീഗോളങ്ങളാണ് ഒരുപാട് പ്രപഞ്ചത്തിലെ സെലസ്ഷ്യൽ ബോഡീസ്. അല്ലാഹുവേ, ഇതിനേക്കാളൊക്കെ ചൂടുള്ള നരകം പടച്ചവനെ, ആ നരകത്തിലേക്ക് ആരെങ്കിലും പ്രവേശിക്കുകയാണെങ്കിൽ അതാണല്ലോ ഏറ്റവും വലിയ പരാജയം. നരകവാസികൾക്ക് ആരുമേ സഹായികളും ഇല്ലല്ലോ പടച്ചവനെ. അതുകൊണ്ട് ഞങ്ങളെ നരകത്തിൽ നിന്നും കാക്കേണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ, പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർ, ഖുർആനിന്റെ തഅബ്ബുദ്, തദബ്ബുർ, ഖുർആൻ ചിന്തിച്ചുകൊണ്ടുള്ള ഇബാദത്തുണ്ട്, ഓതിയും ഇബാദത്തുണ്ട്. ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് ബുദ്ധിമാനികൾ. ഒരു രാത്രി മുഴുവനും, രാത്രിയുടെ പകുതിയിലേറെ